നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുക്കളുടെ ഡിസ്കഷൻ ആണ്. പ്രധാനമായും ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഒരുപാട് പേര് നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് റെഗുലർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ PDF എന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മുടെ ടെലഗ്രാം ചാനലിൽ എന്തായാലും ഞാൻ PDF ഇട്ട് തന്നേക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്തിട്ടും കൂടെ പോണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപീകരിച്ച ഉന്നത അധികാര സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ KM ചന്ദ്രശേഖറാണ്. അപ്പൊ കേരള സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി, കടബാധ്യതകൾ, റവന്യൂ വരുമാനം എന്നിവ കൃത്യമായിട്ട് വിലയിരുത്താനും ഭാവിയിലേക്കുള്ള ധനകാര്യ മാനേജ്മെന്റ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സമിതിയെ രൂപീകരിച്ചത്. എന്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്? ധവളപത്രം തയ്യാറാക്കാൻ. അപ്പൊ എന്താണ് ഈ ധവളപത്രം അഥവാ വൈറ്റ് പേപ്പർ? കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ് ഈ ധവളപത്രം അഥവാ വൈറ്റ് പേപ്പർ? ധവളപത്രം എന്നാൽ ഒരു നിർദ്ദിഷ്ട വിഷയത്തെ കുറിച്ചോ അല്ലെങ്കിൽ പ്രശ്നത്തെ കുറിച്ചോ സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗികവും വിശദവുമായ റിപ്പോർട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ധവളപത്രം അഥവാ വൈറ്റ് പേപ്പർ എന്ന് വിളിക്കുന്നത്. ഒരു നിർദ്ദിഷ്ട വിഷയത്തെക്കുറിച്ചോ പ്രശ്നത്തെക്കുറിച്ചോ സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗികവും വിശദവുമായ റിപ്പോർട്ടിനെയാണ് ധവളപത്രം എന്ന് വിളിക്കുന്നത്. ഈ ഉത്തരം ഡോക്ടർ KM ചന്ദ്രശേഖർ. ആരായിരുന്നു ഇദ്ദേഹം? ഇദ്ദേഹം ഇന്ത്യയുടെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നുകൂടി ഓർക്കുക. ഇന്ത്യയുടെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. അതുപോലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർപേഴ്സൺ ഒക്കെ ആയിട്ട് ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ വെനിസ്വലയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര സഹായം എത്തിക്കുന്നതിന് വേണ്ടി 2026 ജൂൺ മാസം ഇന്ത്യ ആരംഭിച്ച രക്ഷാ ദൗത്യത്തിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ അമിസ്റ്റഡ് എന്നതാണ് ഈ രക്ഷാ ദൗത്യത്തിന്റെ പേര്. ഈ അമിസ്റ്റഡ് എന്നത് ഒരു സ്പാനിഷ് വാക്കാണെന്ന് ഓർക്കുക. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? സൗഹൃദം അഥവാ ഫ്രണ്ട്ഷിപ്പ് എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പൊ എന്തുകൊണ്ട് സ്പാനിഷ് വേർഡ് തന്നെ തെരഞ്ഞെടുത്തു? വെനിസ്വലയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സ്പാനിഷ് ആണ് വെനിസ്വലയുടെ ഔദ്യോഗിക ഭാഷ. അതുകൊണ്ടാണ് അതിലെ തന്നെ ഒരു വേർഡ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ 2026 ജൂൺ മാസം വെനിസ്വലയിൽ ശക്തമായ ഭൂകമ്പമാണ് ഉണ്ടായത്. ഈ ശക്തമായ ഭൂകമ്പത്തിൽ തകർന്ന പ്രദേശങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും മരുന്നുകളും താൽക്കാലിക ഷെൽട്ടറും മറ്റ് സഹായവും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഏത്? ഓപ്പറേഷൻ അമിസ്റ്റഡ്. എന്തായാലും ചോദിക്കും, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അമിസ്റ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക. സൗഹൃദം എന്നതാണ്. സൗഹൃദം. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നാണ്. താഴെ കമന്റ് ചെയ്യാമോ? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അറിയുന്നവർ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ കേരള സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പ് ആരംഭിച്ച കർമ്മ പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി. എന്താണ് ഓപ്പറേഷൻ ശുദ്ധി ലക്ഷ്യം വെക്കുന്നത്? സംസ്ഥാനത്ത് വ്യാജ കള്ളിന്റെ ഉൽപാദനവും വിതരണവും തടയുക. അതായത് സംസ്ഥാനത്തെ കള്ളുഷാപ്പുകളിൽ വിതരണം ചെയ്യുന്ന കള്ളിൽ കൃത്രിമത്വം, അതായത് മാരകമായ കെമിക്കലും സ്പിരിറ്റും ഒക്കെ ചേർക്കുന്നത് തടയാനും വ്യാജ കള്ളിന്റെ നിർമ്മാണ ശൃംഖല പൂർണ്ണമായും ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പറേഷൻ ശുദ്ധി ആരംഭിച്ചത്. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സ്ക്വാഡുകളൊക്കെ രൂപീകരിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് കള്ളുഷാപ്പുകളും അതിന്റെ അതിർത്തി പ്രദേശങ്ങളും ഒക്കെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ശുദ്ധി ആരംഭിച്ചത് എന്ന് ഓർക്കുക. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? താഴെ കമന്റ് ചെയ്യാമോ? അപ്പൊ 2 ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്.
അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്ന് താഴെ കമന്റ് ചെയ്തോളൂ. കൂടാതെ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് ആ ഒരു ഉത്തരം കൂടി താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇപ്പൊ പറഞ്ഞ 3 ചോദ്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ. KM ചന്ദ്രശേഖരന്റെ ചോദ്യം കിട്ടി, ഓപ്പറേഷൻ അമിസ്റ്റഡ് കിട്ടി, ഓപ്പറേഷൻ ശുദ്ധി കിട്ടി. അടുത്തയിലേക്ക് പോകാം. അതിനു മുന്നേ പറഞ്ഞോട്ടെ, നമ്മുടെ ഹർഷിത എജ്യൂടെക് ആപ്പിൽ വേരിയസ് LGSന്റെ പുതിയ ബാച്ച് ജൂലൈ മാസം 6-ന് ആരംഭിക്കുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബാച്ചിന്റെ വാലിഡിറ്റി വരുന്നത് 2027 ഡിസംബർ മാസം 31 വരെ ഉണ്ടായിരിക്കും. അതായത് ഈ വർഷവും അടുത്ത വർഷവും നടക്കാനിരിക്കുന്ന എല്ലാ LGS 10th ലെവൽ നിലവാരത്തിലുള്ള പരീക്ഷയ്ക്കും ഈ ഒരു ബാച്ച് മതി. സിലബസിലെ ഫുൾ കാര്യങ്ങളും, അതായത് GK, കറണ്ട് അഫയേഴ്സ്, സയൻസ്, മാത്സ്, മെന്റൽ എബിലിറ്റി ഫുള്ളായിട്ട് തന്നെ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായ ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് പഠിച്ചു പോകാം. എക്സാംസ്, പ്രോപ്പർ എക്സാംസ് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ് വരുന്നത്. ശനി ഞായറും റിവിഷൻ ആയിരിക്കും. ഞായറാഴ്ച പരീക്ഷ എഴുതിച്ചിട്ട് മാത്രമേ അടുത്ത ആഴ്ചയിലെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ. പരീക്ഷ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ട് പോവുക. പിന്നെ പഴയ SCRT, പുതിയ SCRT ചാപ്റ്റർ വൈസ് ഉണ്ടായിരിക്കും. BSc പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സീറ്റുകൾ ഫിൽ ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. ഹർഷിതം എജ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ഐഫോണിലും കമ്പ്യൂട്ടറിലും ആൻഡ്രോയിഡ് ഫോണിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. VFAയുടെ ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്നാണ്? സെപ്റ്റംബർ മാസം 19-നാണ് VFAയുടെ പരീക്ഷ നടക്കാനിരിക്കുന്നത്. ബെക്കോയിലിന്റെ പരീക്ഷയും ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ VFA ബെക്കോ ഒറ്റ സ്റ്റഡി തന്നെ മതി. സെയിം സിലബസ് ആണ്. അപ്പൊ ഇതിന്റെ കോംബോ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഫീസ് ഇപ്പോ 1799 മാത്രമേ വരുന്നുള്ളൂ. 2026 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനും ഇപ്പോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഹർഷിത എജ്യൂടെക് ആപ്പിൽ ഹോം പേജിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. പിന്നെ LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള കോച്ചിങ്, യൂണിഫോം ജോബ് എല്ലാം ഉണ്ട്. 10th ലെവലിന്റെ എല്ലാ കോച്ചിങ്ങും ഉണ്ട്. ഡിഗ്രി ലെവൽ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തോളൂ. അതുപോലെ ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. അടുത്ത ചോദ്യം, നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ഏത് ഫുട്ബോൾ അസോസിയേഷനെയാണ് അനിശ്ചിതകാലത്തേക്ക് ഫിഫ സസ്പെൻഡ് ചെയ്തത്? ഓൾ നേപ്പാൾ ഫുട്ബോൾ അസോസിയേഷനെയാണ്. ഓൾ നേപ്പാൾ ഫുട്ബോൾ അസോസിയേഷൻ. അപ്പൊ അന്താരാഷ്ട്ര ഫുട്ബോൾ ഭരണ സമിതിയാണ് ഏത്? ഫിഫ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫിഫയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്. കറക്റ്റ്, സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആണ് ഫിഫയുടെ ആസ്ഥാനം എന്നോർക്കുക. എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്? ആ ഒരു വിവരം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. സാധാരണയായിട്ട് ഒരു രാജ്യത്തെ ഫുട്ബോൾ അസോസിയേഷന്റെ ഭരണത്തിൽ അനാവശ്യമായി രാഷ്ട്രീയ ഇടപെടലുകളോ ഫിഫയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴാണ് ഫിഫ ഇങ്ങനത്തെ കടുത്ത നടപടികളിലേക്ക് പോകുന്നത്. മുൻപ് ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇതുപോലെ സമാനമായ താൽക്കാലിക സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിയമങ്ങൾ ലംഘിച്ചത് കൊണ്ടാണ് നേപ്പാൾ ഫുട്ബോൾ അസോസിയേഷനെ ഫിഫ അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഞാൻ ഇതുമായിട്ട് ബേസ് ചെയ്ത ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നാണ്. താഴെ കമന്റ് ചെയ്തല്ലോ. ഇനി 2026 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് പറയൂ കുട്ടികളെ. വേൾഡ് ഡ്രഗ് പ്രോബ്ലം, പെർസിസ്റ്റിംഗ് ഇഷ്യൂസ്, ന്യൂ ചലഞ്ചസ്, ഇന്നവേറ്റീവ് റെസ്പോൺസസ്. എന്താണ്? വേൾഡ് ഡ്രഗ് പ്രോബ്ലം, പെർസിസ്റ്റിംഗ് ഇഷ്യൂസ്, ന്യൂ ചലഞ്ചസ്, ഇന്നവേറ്റീവ് റെസ്പോൺസസ് എന്നതാണ് 2026 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ന് ഓർക്കുക. എല്ലാ വർഷവും ഏത് തീയതിയാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം, ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ആയിട്ട് ആചരിക്കുന്നത്? താഴെ കമന്റ് ചെയ്യുക. പ്രധാനപ്പെട്ട ചോദ്യം. വാട്സാപ്പിന്റെ ഗ്ലോബൽ CEO ആയി അടുത്തിടെ നിയമിതനായത് ഒരു ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് കുണാൽ ഷാ. കുണാൽ ഷാ. അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പ് ആണ് വാട്സാപ്പ്. നിലവിൽ മെറ്റ എന്ന മാതൃ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആപ്പ്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഏതിന്റെ കീഴിലാണ്? മെറ്റയുടെ കീഴിലാണ്. അപ്പൊ ഒരു മുൻനിര ആഗോള ടെക്നോളജി പ്ലാറ്റ്ഫോമിന്റെ ഉയർന്ന പദവിയിലേക്ക് ഒരു ഇന്ത്യൻ വംശജൻ കൂടി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? കുണാൽ ഷാ. കുണാൽ ഷാ. ഓക്കെ, അടുത്തത് ഒരു നിയമനമാണ്. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്?
ബിശ്വനാഥ് സിൻഹ. ഇമ്പോർട്ടന്റ് ചോദ്യം, ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. ജയതിലകിന്റെ പിൻഗാമിയായിട്ട് ആര് വന്നിരിക്കുന്നു? ബിശ്വനാഥ് സിൻഹ വന്നിരിക്കുന്നു. അപ്പൊ ചീഫ് സെക്രട്ടറി എന്നാൽ ഒരു സംസ്ഥാനത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ചീഫ് സെക്രട്ടറി എന്ന് ഓർക്കുക. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും പ്രധാന ഉപദേശകനായിട്ട് പ്രവർത്തിക്കുന്നത് ആര് തന്നെയാണ്? ചീഫ് സെക്രട്ടറിയാണ്. ബിശ്വനാഥ് സിൻഹയെ കുറിച്ച് പറയാനാണെങ്കിൽ 1992 ബാച്ച് കേരള IAS, കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ബിശ്വനാഥ് സിൻഹ. ഇദ്ദേഹം ഇതിനു മുൻപ് കേരള സംസ്ഥാനത്തിന്റെ ധനകാര്യം, ആസൂത്രണം തുടങ്ങിയ വിവിധ പ്രധാന വകുപ്പുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ഏത് ഫുട്ബോൾ അസോസിയേഷനെയാണ് അനിശ്ചിതകാലത്തേക്ക് ഫിഫ സസ്പെൻഡ് ചെയ്തത്? ഓൾ നേപ്പാൾ ഫുട്ബോൾ അസോസിയേഷൻ. 2026 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം കിട്ടിയല്ലോ. ഗ്ലോബൽ CEO വാട്സാപ്പിന്റെ ആരാണ്? കുണാൽ ഷാ. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ബിശ്വനാഥ് സിൻഹ. സെറ്റ് അല്ലേ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പൊ തന്നെ ലൈക്ക് ചെയ്തിട്ട് പോണേ. പിന്നെ നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ, കാരണം സീറ്റുകൾ പരിമിതം മാത്രം. അടുത്ത ചോദ്യം, 2026 ജൂൺ മാസം മെക്കാല, ഹിഗോസ് എന്നീ ചുഴലിക്കാറ്റുകൾ നാശം വിതച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാൻ. ഇത് ഇരട്ട ചുഴലിക്കാറ്റുകളാണ്. മെക്കാല, ഹിഗോസ് എന്നിവ ഇരട്ട ചുഴലിക്കാറ്റാണെന്ന് ഓർക്കുക. ഈ വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന ഇത്തരം ശക്തമായ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളെ പൊതുവായി വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ കുട്ടികളെ? ടൈഫൂൺസ് എന്നാണ്. ടൈഫൂൺ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ മെക്കാല, ഹിഗോസ് എന്നിവ ഇരട്ട ചുഴലിക്കാറ്റാണെന്നും കൂടി ഓർക്കുക. ജപ്പാന്റെ കുറച്ച് ഫാക്ട്സ് പറഞ്ഞാൽ, ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ആണ്. ജപ്പാന്റെ കറൻസി യെൻ ആണ്. ജപ്പാന്റെ പാർലമെന്റ് ഡയറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 70ാം സ്ഥാനമാണ്. 120 രാജ്യങ്ങൾ ഉൾപ്പെട്ട പട്ടികയിൽ സ്കാൻഡിനേവിയൻ രാജ്യമായ സ്വീഡനാണ് 1ാം സ്ഥാനത്ത് എത്തിച്ചേർന്നത് എന്നോർക്കുക. അപ്പൊ ഈ ഒരു ഇൻഡെക്സ് പുറത്തുവിടുന്നത്, വർഷാവർഷം തയ്യാറാക്കുന്നത്, ഈ ഒരു സൂചിക തയ്യാറാക്കുന്നത് WEF അഥവാ വേൾഡ് എക്കണോമിക് ഫോറം ആണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ആസ്ഥാനം. സുരക്ഷിതവും താങ്ങാനാകുന്നതുമായ ശുദ്ധമായ ഊർജത്തിലേക്ക് ഓരോ രാജ്യങ്ങളും എത്രത്തോളം വേഗത്തിൽ മാറുന്നു എന്ന് വിലയിരുത്തുന്ന സൂചികയാണ് ഏത്? എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. അപ്പൊ സ്കാൻഡിനേവിയൻ രാജ്യമായ സ്വീഡൻ ആണ് ഈ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത്. 120 രാജ്യങ്ങളുടെ പട്ടികയായിരുന്നു എന്നുകൂടി ഓർക്കുക. അടുത്ത ചോദ്യം, സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി 2026-27 കാലയളവിൽ രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? ദഗ്ഗൂബതി പുരന്ദേശ്വരി. ദഗ്ഗൂബതി പുരന്ദേശ്വരി. സ്ത്രീകളുടെ ക്ഷേമം, തുല്യ അവകാശങ്ങൾ, പാർലമെന്റിലും മറ്റു മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കൽ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് നിയമിച്ച പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷയാണ് ദഗ്ഗൂബതി പുരന്ദേശ്വരി. പ്രശസ്ത നടനും ആന്ധ്രയുടെ മുൻ മുഖ്യമന്ത്രിയുമായ NTRന്റെ മകളുകൂടിയാണ് ആര്? ദഗ്ഗൂബതി പുരന്ദേശ്വരി. ഓർക്കുക. അടുത്ത ചോദ്യം ഒരു നിയമനമാണ്. VSSCയുടെ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഡോക്ടർ UP രാജീവ് ആണ്. ഡോക്ടർ UP രാജീവ്. ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോക്കറ്റ് നിർമ്മാണ കേന്ദ്രമാണ് ഏത്? VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. എവിടെ സ്ഥിതി ചെയ്യുന്നു? തുമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പേര് കൊടുക്കാൻ കാരണം എന്താ? VSSC വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകിയത്. ആദ്യത്തെ ഡയറക്ടർ ആര് തന്നെയായിരുന്നു? വിക്രം സാരാഭായ് തന്നെയായിരുന്നു. അടുത്ത ചോദ്യം, 2026 ജൂൺ മാസം പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണ ഖനി ഏത്? ജോനാഗിരി ഗോൾഡ് മൈൻ ആണ്. ജോനാഗിരി ഗോൾഡ് മൈൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ആന്ധ്രാപ്രദേശിലെ കുർണൂൾ ജില്ലയിലാണ് ഈ ഒരു ഖനി സ്ഥിതി ചെയ്യുന്നത് എന്നോർക്കുക. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി പൂർണ്ണ തോതിൽ
വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ സ്വർണ്ണ ഖനി ഏതാണ്? ജോനാഗിരി സ്വർണ്ണ ഖനിയാണ്. ഇന്ത്യയിലെ പ്രശസ്തമായ പൊതുമേഖലാ സ്വർണ്ണ ഖനികൾ ഏതൊക്കെ? KGF, കോളാർ ഗോൾഡ് ഫീൽഡ്. KGF എവിടെ സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. അതുപോലെ ഹട്ടിയും കർണാടകയിലാണ്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പൊതുമേഖല സ്വർണ്ണ ഖനികൾ. ഓക്കെ, അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊന്നും റിവിഷൻ അടിച്ചിട്ട് വന്നാലോ? 2026 ജൂൺ മാസം പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി ഏതാ? ജോനാഗിരി. UP രാജീവാണ് VSSയുടെ പുതിയ ഡയറക്ടർ. സ്ത്രീ ശാക്തീകരണത്തിന് 2026-27 കാലയളവിൽ രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ദഗുപതി പുരന്തേശ്വരി. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 70, സ്വീഡൻ ആണ് ഫസ്റ്റ്. മെക്കാല, ഹിഗോസ് എന്നിവ ഇരട്ട ചുഴലിക്കാറ്റാണ് നാശം വിതച്ചത്. ജപ്പാൻ എന്ന രാജ്യത്താണെന്ന് ഓർക്കുക. നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട. വിശ്വനാഥ് സിൻഹയാണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. വാട്സാപ്പിന്റെ ഗ്ലോബൽ CEO കുണാൽ ഷായാണ്. ദെൻ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. ലഹരി വിരുദ്ധ ദിനം എന്താണെന്ന് കമന്റ് ചെയ്തല്ലോ. ഓൾ നേപ്പാൾ ഫുട്ബോൾ അസോസിയേഷൻ FIFA അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞത് ഏതാണ്? ഓപ്പറേഷൻ ശുദ്ധി പറഞ്ഞു, ഓപ്പറേഷൻ അമിസ്റ്റഡ് പറഞ്ഞു, ഡോക്ടർ KM ചന്ദ്രശേഖരന്റെ കാര്യവും പറഞ്ഞു. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ PDF എന്ന് കമന്റ് ചെയ്താൽ മതി. ടെലഗ്രാമിൽ ഞാൻ എന്തായാലും ഇട്ട് തന്നേക്കാം. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത 10th പ്രിലിംസിന്റെ ബ്ലൂ പ്രിന്റ് അതിന്റെ PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടെലഗ്രാമിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. God bless you all. All the best for your exam preparation. Thank you.